ഹായ് വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള അച്ചാർ കുപ്പി കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് കുപ്പിയിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള ഗ്ലാസ് കുപ്പി എടുത്ത് വെച്ചിരിക്കണം, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പി നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗൺ കൂടെ ഉണ്ടായിരിക്കണം, ഹോട്ട് ഗ്ലൂ ഗൺ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിപ്പം ഇതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഡ്രസ്സിലൊക്കെ വെക്കുന്ന ലേസാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ലേസ് പഴയതാവുമ്പോൾ ഇളക്കി വെച്ചിരിക്കുക. അങ്ങനെ ഇളക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഉപയോഗത്തിന് എടുക്കാം. അപ്പം ഞാൻ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ലേസ് നന്നായിട്ട് വളയാതെ ചുറ്റിയിട്ട് ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ പുറത്തു കൂടി ഒന്ന് ഒട്ടിക്കുകയാണ്. ഇപ്പം ഞാൻ മിഡിൽ ഭാഗത്താണ് കേട്ടോ ഒട്ടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോ താഴെയോ ഒക്കെ ഒട്ടിക്കാം. അപ്പോൾ ദാ ഇങ്ങനെ എല്ലായിടത്തും ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഗ്ലൂ തേച്ച് ഒട്ടിച്ചാലും മതിയാവും. അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ ടൈറ്റാക്കിയിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ദാ ഇവിടെയും കൂടെ ഒന്ന് കുറച്ച് ഗ്ലൂ തേച്ചാൽ നല്ല വൃത്തിയായിട്ട് എവിടെയെങ്കിലും ഇരുന്നോളും. ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിലെ ലുക്ക് ഏകദേശം മാറിയിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പോരാ, കുഞ്ഞൊരു ഡെക്കറേഷൻ കൂടെ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു റിബണാണ് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. റിബൺ ഞാൻ പിങ്ക് റിബണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് വയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കുറച്ച് വര പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങ് മറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂഗൺ തേച്ചതിന് ശേഷം നമ്മൾ റിബൺ ഒന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂഗൺ തേച്ച് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് അവിടെ അങ്ങ് കവർ ചെയ്തിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഒരു അടപ്പ് വെച്ചതിൻ്റെ ആ ഒരു വൃത്തികേട് അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് എക്സ്ട്രാ ഉള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയും കൂടെ ടൈറ്റായിട്ട് അങ്ങ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാർ ഇപ്പോൾ ഏകദേശം ആ ഒരു അച്ചാർ കുപ്പിയുടെ ലുക്കൊക്കെ മാറി നല്ലൊരു അടിപൊളി ഗ്ലാസ് ജാറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു ബോയും കൂടെ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യണം, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ബാക്കി റിബൺ വെച്ചിട്ട് തന്നെ ബോ ഉണ്ടാക്കാൻ പോവുകയാണ്. ഡബിൾ ലെയർ ആയിട്ടുള്ള ബോയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കയ്യിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ചുറ്റിയെടുക്കുക. 2 പ്രാവശ്യം ചുറ്റണം കേട്ടോ, ഡബിൾ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാ ചുറ്റിയിട്ടുണ്ട് 2 പ്രാവശ്യം. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ഇതിൻ്റെ മിഡിൽ പോർഷൻ. അപ്പം മിഡിൽ പോർഷൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അകത്തൂടെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടണം. ഒരുപാട് ടൈറ്റാക്കിയാൽ ഇതങ്ങ് ഇളകി പോരും. എത്ര ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കിയാൽ മതിയാവും. കണ്ടോ? അപ്പോൾ ടൈറ്റാക്കിയിട്ട് എക്സ്ട്രാ ഉള്ള ആ താഴത്തെ വള്ളികൾ നമുക്ക് പിടിച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് ഈ ഡബിൾ ലെയർ ആയിട്ടുള്ള ബോ 2 പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള വള്ളി താഴേക്ക് ആക്കിയതിന് ശേഷം ആ ഒരു പോർഷൻസ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നന്നായിട്ട് കറക്റ്റ് റെഡിയാക്കി വെക്കുക ബോ. ഇപ്പോൾ താഴെ ഒരുപാട് നീളത്തിന് വേണ്ട, കുപ്പിയേക്കാളും നീളം കുറച്ച് മതി. അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിന് ശേഷം താഴെ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ഇട്ട് കൊടുത്താൽ ഭംഗിയായിരിക്കും. അപ്പോൾ കട്ടിങ് പോലെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. എടുക്കുക. അതുപോലെ രണ്ട് നീളത്തിലാക്കി ഇടുന്നതായിരിക്കും കുറച്ച് ഭംഗി. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ബോ നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം പിടിപ്പിക്കുക. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ നമ്മുടെ കിച്ചണിലും പിന്നെ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഒരു പെൻ ഹോൾഡറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടൂൾസൊക്കെ ഇട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ഫ്ലവർ ഇട്ട് വയ്ക്കാനോ ഹോളിലാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് ഇത് യൂസ് ചെയ്യാം. വെറുതെ വെക്കാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ? ഇതുപോലെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.